മലയാളികൾ ഇന്നും വേദനയോടെ ഓർക്കുന്ന കലാകാരന്മാരിൽ ഒരാളാണ് കൊല്ലം സുധി. പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലുണ്ടായ അപകടത്തിലായിരുന്നു സുധി മരിച്ചത്. സുധിയുടെ ഭാര്യ രേണു സുധി ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമാണ്. ആൽബങ്ങളും സിനിമയും ഉദ്ഘാടനങ്ങളും യൂട്യൂബ് ചാനലുമൊക്കെയായി സജീവമാണ് രേണു. ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായി ജോലി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. മക്കളുടെ കാര്യങ്ങളും നോക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു. ബിഗ് ബോസ് സീസൺ 7ലും രേണു മത്സരിച്ചിരുന്നു. സുധിച്ചേട്ടനുണ്ടായിരുന്ന കാലത്ത് അഭിനയിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നിരുന്നു. നീ ചെയ്യ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തോ അന്ന് അതൊന്നും സ്വീകരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ അതേ മേഖലയിൽ തന്നെ എത്തിയിരിക്കുന്നു ഞാനെന്ന് രേണു പറഞ്ഞിരുന്നു. വീടുമായി ബന്ധപ്പെട്ടും പുതിയ മാല മേടിച്ചപ്പോഴും കാർ വാങ്ങിയപ്പോഴുമെല്ലാം വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്ത് ചെയ്താലും ചിലരൊക്കെ നെഗറ്റീവ് പറയും. ഇപ്പോൾ തനിക്ക് കേട്ട് ശീലമായി. അതൊന്നും തന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ലെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. വിവാഹത്തെക്കുറിച്ചും അബോർഷനെക്കുറിച്ചുമൊക്കെയുള്ള വിമർശനങ്ങളായിരുന്നു ഇടക്കാലത്ത് ഉയർന്നത്. വീണ്ടും വിവാഹിതയാവുമോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നും പറയാനാവില്ല. ഇനിയൊരു വിവാഹം വേണമെന്ന് തോന്നുമോ എന്ന് അറിയില്ല. ഇപ്പോൾ എന്തായാലും അങ്ങനെയൊരു പ്ലാനില്ല. കല്യാണം നടക്കുകയാണെങ്കിൽ മകൻ്റെ പേരിലുള്ള ഈ വീട്ടിലേക്ക് അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവരില്ലെന്നും രേണു പറഞ്ഞിരുന്നു. ഇടക്കാലത്ത് രേണു പ്രണയത്തിലായിരുന്നുവെന്നും അബോർഷൻ നടത്തിയിരുന്നു എന്നുള്ള ആരോപണങ്ങളുമായും ചിലർ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ ആ വിവാഹത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് രേണു സുധി. പെണ്ണുങ്ങളാണല്ലോ പ്രഗ്നൻ്റ് ആവുന്നത്, അതിന് പെണ്ണായാൽ അബോർഷനൊക്കെ ആവും എന്നാക്കി അത്. ഞാനങ്ങനെയല്ല പറഞ്ഞത്, ക്യാപ്ഷൻ്റെ കുഴപ്പമാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടേയില്ല. ഞാനങ്ങനെ പറയുമോ? ഒരമ്മയല്ലേ ഞാനും. ഋതപ്പനുണ്ടാവുന്നതിന് മുന്നേ തനിക്ക് സംഭവിച്ച അബോർഷനെക്കുറിച്ചും രേണു സംസാരിച്ചിരുന്നു. ഫോക്കസ് മീഡിയയുമായി സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഇതേക്കുറിച്ച് വിശദീകരിച്ചത്. ഋതപ്പനുണ്ടാവുന്നതിന് 6 മാസം മുമ്പേ എനിക്കൊരു അബോർഷൻ സംഭവിച്ചിരുന്നു. ഹാർട്ട് ബീറ്റില്ലായിരുന്നു കുഞ്ഞിന്. കുഞ്ഞ് വയറ്റിൽ കിടന്നു മരിച്ചു. സുധിച്ചേട്ടനും കിച്ചുവുമൊക്കെ അന്ന് പൊട്ടിക്കരയുകയുണ്ടായിരുന്നു. തിരുവല്ലയിലെ ഒരു ആശുപത്രിയിലായിരുന്നു ഞങ്ങൾ പോയത്. ആശുപത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല. ലക്ഷ്മിപ്രിയ ചേച്ചിയൊക്കെ അന്ന് എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചിരുന്നു. സുധിച്ചേട്ടൻ ഡമാർപടാർ ചെയ്തിരുന്ന സമയമാണ്. മാനസികമായി ഞാൻ ഒരുപാട് തളർന്നു പോയ സമയമായിരുന്നു അത്. എനിക്കും ദോഷം വരുന്നത് കൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തത്. അതിനുശേഷമാണ് ഋതപ്പനുണ്ടായത്. അതിന് എന്തൊക്കെ തെറ്റിദ്ധരിച്ചാണ് കമൻറ്റുകൾ വരുന്നത്. ജീവിതത്തിൽ അങ്ങനെയൊരു കാര്യമുണ്ടായി. അതേക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല. മറ്റേ പുള്ളിക്കാരി പറഞ്ഞതിൽ നീ എന്താണ് പ്രതികരിക്കാത്തത് എന്ന് കുറേ പേർ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിന് പ്രതികരിക്കണം? എൻ്റെ മൂത്ത മകനും എൻ്റെ വീട്ടുകാരും സുധിച്ചേട്ടൻ്റെ വീട്ടുകാരും എനിക്കൊപ്പമുണ്ട്. പിന്നെ ഞാൻ എന്തിന് ആരെ പേടിക്കണം എന്നാണ് രേണു സുധി ചോദിച്ചത്.